2 ലോഡ് പോത്തുള്ളത് 70ഓളം പോത്തുകളിൽ ചെറുതും വലുതായിട്ട് നമ്മുടെ ഷെഡിൽ മണ്ണാർക്കാട് നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇനിയിപ്പോൾ അകത്തെ നമ്മുടെ ഷെഡിലെ കുറച്ച് കാര്യം കാണിക്കുക. നിങ്ങൾ പറയും ഇതിനെ മാത്രം കാണിക്കുക എന്ന് പറയും. അല്ല നമ്മൾ ഷെഡിനകത്ത് അതുകൊണ്ട് തോന്നിയിരിക്കുന്നു അതെല്ലാം പോയതാട്ടോ. അതുകൊണ്ട് അതിനെ കൂടുതൽ കാണിക്കാത്ത അതെല്ലാം തന്നെ പോയ ഈ ടൈപ്പ് കുട്ടികളാണ്. അല്ല പ്രധാന നോക്കി നല്ല സ്ട്രക്ചറായിട്ട് ഇരിക്കുന്നത് അല്ലേ, നല്ല അടിപൊളി സ്ട്രക്ചറായിട്ട്. ഇതെല്ലാം തന്നെ വലുത് തന്നെ ഒരു പാർട്ടി എടുത്തുണ്ടായിട്ടോ. നമുക്ക് ഇതിനകത്ത് കുറച്ച് ചെറുത് കാണിക്കുക. എല്ലാം എനിക്ക് തോന്നുന്നു ആവറേജ് 150 മുകളിലോട്ടുള്ള പോത്തുകൾ നമ്മുടെ നിൽക്കുന്ന എല്ലാം തന്നെ ഇപ്പൊ നിൽക്കുന്നത് കൂടുതൽ 150 മുകളിലേക്കാണ്. ഓക്കെ. ഇതിപ്പോ ഈ ഫുഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇവിടുത്തെ കച്ചിയും പുല്ലും അല്ലേ ഇത്? അതെ അതെ. ഓക്കെ. അപ്പൊ ഈ ഫുഡ് കഴിക്കുന്നതിനൊന്നും പ്രശ്നമില്ല, നമ്മളെല്ലാം സെറ്റായി നമ്മുടെ അല്ലേ? നമ്മളിവിടെ കൊണ്ടുവന്ന് നിർത്തി ഒക്കെ തീറ്റയും കാര്യങ്ങളൊക്കെ നോക്കി ലെവലാക്കിയിട്ട് കൊടുക്കുന്നുള്ളൂ. മറ്റേത് ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ 2 ദിവസം കഴിയുമ്പോൾ അവർ വിളിക്കും അത് തീറ്റ എടുക്കുന്നില്ല, അവർക്ക് അത് ശരിയാക്കി കൊടുക്കാൻ നമ്മൾ പുറകെ പോകണം. അപ്പൊ അതിന്റെ പുറകെ ഇത് റെഡിയാക്കിയിട്ട് കൊടുക്കാൻ കുഴപ്പമില്ലല്ലോ. ഓക്കെ. അത് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് പറമ്പിലോ അഴിച്ചും കിട്ടാച്ചാൽ മതി, അത്രേ ഉള്ളൂ. ഓക്കെ. നമ്മുടെ നാട്ടിലെ തീറ്റയായിട്ടും അതുപോലെ പുല്ലുമായിട്ടും എല്ലാം സെറ്റായ പോത്തുകളാണ്. അതും തന്നെ കണ്ടുള്ള അത്യാവശ്യം നല്ല സൈസുള്ള പോത്തുകളാണ് എനിക്ക് മൊത്തം തന്നെ. ഹരിയാന മുറ പോത്തുകൾ നമ്മുടെ മണ്ണാർക്കാട് മുറാഫ് അല്ലേ ബ്രോ? അതെ അതെ. ആര്യമ്പാവ്, മണ്ണാർക്കാട് ആര്യമ്പാവ്. ഇനിയിപ്പോ അടുത്ത ലോഡ് ലൈനിലും എല്ലാം കിടപ്പുണ്ടോ? ആ ലൈനിൽ ഒരു ലോഡ് ഉണ്ട്. ഒരു ലോഡ് ഉണ്ടല്ലേ? 5 ദിവസം കൊണ്ട് എത്തുന്നു വിചാരിക്കും. അപ്പൊ ഇന്ന് തിങ്കളാഴ്ച ഒരു ശനിയാഴ്ച ആകുമ്പോഴത്തെ അടുത്ത ലോഡും വരുന്നുണ്ട്. ഓക്കെ. അപ്പൊ നമ്മൾ നേരിട്ട് വരിക, ഇഷ്ടമുള്ള പോത്തിനെ നമ്മൾ തൂക്കി കൊടുക്കുന്നതായിരിക്കും. അങ്ങേ അറ്റത്ത് മുതൽ ഇങ്ങേ അറ്റം വരെ 70ഓളം പോത്തുകൾ നമ്മുടെ ഈ ഷെഡിനകത്ത് ഇപ്പം നിലനിൽപ്പുണ്ട്.